ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാണ്ടറിങ് ജൂ ചെടി വെച്ച് ചെയ്യുന്നതാണ്. അതിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്. നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഉണ്ടാകുമല്ലോ. സ്പ്രൈറ്റിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അത് എടുത്താൽ മതിയേ. അതാകുമ്പോൾ കുറച്ചുകൂടി വലുപ്പം കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വാണ്ടറിങ് ജൂ ചെടി വെച്ച് പല ഐഡിയകളും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുവേ. കത്തി വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് 2 ബോട്ടിലും കട്ട് ചെയ്തെടുക്കണേ. നിങ്ങൾ ഇതുപോലെയൊക്കെ ഗാർഡനിൽ സെറ്റ് ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. വാണ്ടറിങ് ജൂ ചെടി വെച്ച് എന്ത് ചെയ്താലും നല്ല ഭംഗിയാണ് കാണാൻ. വാണ്ടറിങ് ജൂ ചെടിയുടെ ലീഫ് തന്നെ നല്ല ഒരു ഭംഗിയാണല്ലോ. വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടി കൂടിയാണ് വാണ്ടറിങ് ജൂ ചെടിയെ. ഇപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ബോട്ടിലും കട്ട് ചെയ്തെടുക്കാം. 2 ബോട്ടിലും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്രിക വെച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ ചെയ്യുന്നത് ലവ് ആകൃതിയാണ്. അന്നപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു കട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒരേ സ്ഥലത്ത് തന്നെ 2 ബോട്ടിലിൻ്റെയും ഇട്ട് കൊടുക്കണം. അടുത്ത ബോട്ടിലിൽ നമുക്ക് ഇതുപോലെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം. പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കത്രിക വെച്ച് ചെയ്താൽ മതിയേ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ രണ്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഹോൾസ് ഇട്ട് കൊടുക്കണം. ലവ് ആകൃതിയിൽ തന്നെ നമ്മൾ ഹോൾസ് ഇടണം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് 2ഉം ഇതുപോലെ വെച്ച് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഹോള് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഈ സ്ഥലത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ബാക്കി ലവ് ആകൃതിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇതേ ഷേപ്പിൽ തന്നെ 2 കുപ്പികളിലും ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടാൽ മനസ്സിലാവില്ല. ഞാൻ ഇതുപോലെ ഹോൾസ് ഇട്ട ശേഷം കാണിച്ചു തരാം. ഞാനൊരു കമ്പി ചൂടാക്കിയാണ് ഹോൾസ് ഇട്ട് കൊടുത്തത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ലവ് ചിഹ്നത്തിൻ്റെ ആകൃതി വരുന്നുണ്ട്. കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇതുപോലൊക്കെ ചെയ്തു വെക്കാൻ. ഇനി നമുക്ക് ഇതിനെ ഒരു ത്രെഡ് വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് 2ഉം ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നത്. അതിനാണ് നേരത്തെ നമ്മൾ ഹോൾസ് താഴ്ഭാഗത്ത് ഇട്ട് കൊടുത്തത്. ആ കട്ടിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് ആ നീണ്ടു നിൽക്കുന്ന ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിലോട്ട് പോട്ടി മിക്സ് നിറയ്ക്കണം. പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും മണ്ണുമാണ്. അത് നമുക്ക് ഇതിലോട്ട് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്കും ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാകാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാണ്ടറിങ് ജൂ ചെടി പറിച്ചു കൊണ്ടുവരാം. ഞാനിത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെച്ച് പിടിപ്പിച്ച വാണ്ടറിങ് ജൂ ചെടിയാണ്. ഇതുപോലത്തെയൊക്കെ ഐഡിയകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ച വാണ്ടറിങ് ജൂ ചെടിയാണ് ഞാൻ എടുക്കാറ്. ഇത് പെട്ടെന്ന് തന്നെ കിളുത്ത് വരികയും ചെയ്യുവേ. ഇതിൽ നിന്ന് നമ്മൾ ചെടി ഇതുപോലെ ഞുള്ളി എടുത്താലും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലകൾ കിളുത്ത് വരുമേ. ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ നട്ട് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഐഡിയ ഒക്കെ ഒന്ന് പരീക്ഷിക്കാൻ പറ്റുവേ. ഇതുപോലെ ഇത്രയും തണ്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും തണ്ടൊന്നും പോരെ, കുറച്ചുകൂടി തണ്ട് വേണ്ട വന്നേ. ഇനി നമുക്ക് ഇതിലോട്ട് ഇതിനെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതുപോലത്തെ മുകൾ ഭാഗം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കട്ട് ചെയ്ത ശേഷം ചെറിയ ചെറിയ പീസാക്കി കുത്തി കൊടുക്കാം. ലീഫ് പെട്ടെന്ന് തന്നെ വന്നോളുവേ. വലിയ
കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലേ. ചിലരൊക്കെ ഇതിനൊക്കെ റൂട്ടഡ് ഹോർമോണൊക്കെ അടിച്ചു കൊടുക്കുന്നത് കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഈ ചെടി പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ ഹോൾസിൽ കൂടെയും ഈ ചെടി കുത്തി കൊടുക്കാം. വലിയ പണിയുള്ള കാര്യമൊന്നുമല്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുവേ. നമുക്ക് ഇതുപോലത്തെ കാര്യമൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ ചെയ്യാൻ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കുവേ. ചെടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ അറിയാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ മുഴുവനായിട്ടും കുത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ്, ലവ് ആകൃതിയിൽ വന്നോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് വാണ്ടറിങ് ജൂ ചെടി വെച്ച് എന്ത് ചെയ്താലും നല്ല ഭംഗിയാണല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.